ഓക്കെ, നമ്മൾ മാർജിനൽ കോസ്റ്റിലെ മറ്റൊരു പ്രോബ്ലം 2 പീരീഡ് സെയിലും തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. PVR കാണണം, BEP കാണണം, സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000 കാണണം, ദെൻ പ്രോഫിറ്റ് വെൻ സെയിൽ ഈസ് 1 lakh കാണണം, ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി പീരീഡ് 2 കാണണം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മൾ PVR കാണുന്നു. ഓക്കെ, PVR ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പം പ്രോഫിറ്റിൽ വന്നിരിക്കുന്ന മാറ്റം എത്രയാ? 9,000-ഉം 13,000 എന്ന് പറയുമ്പോൾ എത്ര ഡിഫറൻസ് വന്നിരിക്കുന്നത്? 4,000 ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ 1,20,000 1,40,000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20,000 ആണ് അല്ലേ? പറഞ്ഞാൽ ഇസിക്കൽ ടു 1/5 ഇസിക്കൽ ടു 20%. PV റേഷ്യോ നമുക്ക് റെഡി അല്ലേ? PV റേഷ്യോ റെഡി അല്ലേ? റെഡിയാണ്. ഇനി ഒന്ന് കഴിഞ്ഞു, ഇനി രണ്ടാമത്തേലേക്ക് പോകുന്നു. എന്താണ്? BEP. BEP ഇസിക്കൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR. ഹിയർ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ് ഇത്തരം ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ. ഏതെങ്കിലും ഒരു സെയിൽസിനെ PVR കൊണ്ടുപിടിക്കുക. ഏതിനെ വിളിക്കേണ്ടത്? നിങ്ങൾ പറ. 1,20,000. ഓക്കെ, സോ ഹിയർ 1,20,000 into 20% ഇസിക്കൽ ടു 24,000. ഓക്കെ, 24,000. എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കാണണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇസിക്കൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. അതായത് 24,000 മൈനസ് പ്രോഫിറ്റ്. എത്രയാ പ്രോഫിറ്റ്? 9,000 മൈനസ് 9,000 എത്ര വരും? 15,000. 15,000 ആണ് എന്ത് വരുന്നത്? ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ BEP കണ്ടൂടെ? ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ BEP ഇസിക്കൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR ആണ്. ഫിക്സഡ് കോസ്റ്റ് കിട്ടി 15,000 ആണ്, ഡിവൈഡ് ബൈ PVR എത്ര ശതമാനം? 20%. അപ്പൊ ഇതിന് 5 കൊണ്ട് ഗുണിക്കുക. 5ഉം 75,000 ഉണ്ടാവും അല്ലെ? 75,000. റെഡി അല്ലേ? റെഡി അല്ലേ? BEP. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ കാണുന്നത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000. ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 15,000. എത്ര പ്രോഫിറ്റ് വേണ്ടത്? 20,000. ഓക്കെ, 20,000 ഡിവൈഡ് ബൈ PVR എത്രയാ? 20%. അപ്പം 35 ഡിവൈഡ് ബൈ 20. അപ്പം 5 കൊണ്ട് ഗുണിക്കണം. 15ഉം 25ഉം 1,75,000. റൈറ്റ്? 1,75,000 ആണോ? യെസ്. അടുത്ത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ഇസിക്കൽ 1 lakh. ഒരു സെയിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കും അല്ലെ? സെയിൽസ് ഇൻറ്റു PVR ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ സെയിൽസ് എത്രയാ പറഞ്ഞത്? 1 lakh ആണ് പറഞ്ഞത്. PVR എത്രയാ? 20% ആണ്. അപ്പം കോൺട്രിബ്യൂഷൻ എത്രയാ? 20,000 രൂപയാണ്. പ്രോഫിറ്റ് അറിയണമെങ്കിൽ 20,000 എന്ത് കുറച്ചാൽ മതി? പ്രോഫിറ്റ് ഈസിക്കൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. പ്രോഫിറ്റ് അറിയണമെങ്കിൽ പ്രോഫിറ്റ് ഈസിക്കൽ ടു കോൺട്രിബ്യൂഷൻ എത്രയാ? കോൺട്രിബ്യൂഷൻ 20,000 അല്ലേ? 20,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 15,000. സോ പ്രോഫിറ്റ് ഈസിക്കൽ ടു 5,000. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പീരീഡ് 2-ലെ എന്ത് കണ്ടുപിടിക്കണം? മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. സോ അഞ്ചാമത് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി കാണുന്നു. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസിക്കൽ ടു എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR. അപ്പൊ പീരീഡ് 2-ലെ പ്രോഫിറ്റ് എത്രയാ? 13,000 അല്ലെ? 13,000 ഡിവൈഡ് ബൈ 20%. 13 ഇൻറ്റു 5. 5ഉം 50,000ഉം 5 15ഉം 65,000. ക്ലിയർ അല്ലേ?